അല്ലിതാരാ ഉമ്മേ. അങ്ങനെ വീണ്ടും രാവിലെയായി. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു. അയ്യോ ആറാ. അപ്പോൾ ഓരോരോ പരിപാടിയായിട്ട് തുടങ്ങണം. ഇതാ എണീറ്റ് ഇവിടെ നിന്ന് എണീറ്റ് വീട്ടിലോട്ട് പോവുകയാണ്. ധാരാ നോക്കി എൻ്റെ കാവൽക്കാരൻ. ഉമ്മിണിയേ, ഏതോ ഉമ്മിണിയേ, ഉമ്മ. എല്ലാവരും പറഞ്ഞില്ലേ പറമ്പിലിറങ്ങുമ്പോൾ പാമ്പുണ്ട് സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ കേൾക്കാവോ? ഞാൻ എൻ്റെ കോലിസ് എടുത്തിട്ട് ഇതിൻ്റെ ഒച്ച കേട്ട് പാമ്പൊക്കെ വഴി മാറി ഓടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാമ്പിന് ചെവിയില്ല, സൗണ്ട് വെക്കാൻ പറ്റില്ല. എൻ്റെ വൈബ്രേഷൻ അറിയാലോ. അല്ല, എൻ്റെ പണിച്ചെരുപ്പ് ആണ്. അത് ചെരുപ്പ് നോക്കണ്ട, കൊലുസ് നോക്കിയാൽ മതി. അതായത് എവിടെ പാമ്പിന് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. മറ്റു പ്രാണികൾ, ചെറിയ ചെറിയ സിംഹങ്ങൾ, പുലികൾ, ആനകളൊക്കെ പതുങ്ങിയിരിക്കില്ലേ, അവരൊക്കെ ഓടി രക്ഷപ്പെടും. എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മളെ താഴെ കുറച്ച് വെണ്ടയ്ക്ക ആദ്യമായിട്ടുണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ വെണ്ടയ്ക്കൊക്കെ പറിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള തോരനുള്ള സാധനമൊക്കെ പറിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ മുട്ട കൊടുക്കാൻ കൂടെ പോകണം. മുട്ട അണ്ണാണി പെറുക്കിക്കൊണ്ട് ഇപ്പോൾ വരും. അതാണ് കാര്യം. എൻ്റെ ഉടുപ്പൊക്കെ വളർന്നല്ലോ. ഹായ്, എന്തൊരു താളബോധം കണ്ടോ. ഞാൻ നടക്കുന്നതിൻ്റെ ഒരു കല കണ്ടോ, കല. തെളിച്ച് അപ്പുറത്തെ ആൾക്കാരുടെ പറമ്പൊക്കെ തെളിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ഹായ്, നമ്മുടെ കറിവേപ്സ്. കുറച്ച് കറിവേപ്പിലയും പറിക്കാനുണ്ട്. പിടിക്കൂ, ഞാൻ കുറച്ച് കറിവേപ്പില പിടിക്കട്ടെ. ഒടിച്ചു വെച്ചേക്കുന്നത് അങ്ങെടുത്താൽ മതി. ഇത്ര ഒടിച്ചു വെച്ചിട്ടില്ല. നമ്മളെ സുലഭമ്മയോട് 1 ലക്ഷം രൂപ വേണോ ഇത്രയും കറിവേപ്പില വേണമെന്ന് ചോദിച്ചാൽ അമ്മ പറയും കറിവേപ്പില മതിയെന്ന്. അതാണ് അമ്മ. അമ്മയ്ക്ക് കറിവേപ്പില, കുടംപുളി, മഞ്ഞൾ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. വേറെ 1-2 സാധനങ്ങളുണ്ടല്ലോ. അതായത് ഈ കറിവേപ്പില കഴിക്കുന്ന വഴക്കുണ്ടാവുമോ? ഇതാ ഞാൻ പറഞ്ഞേ വഴക്കുണ്ടാവുമെന്ന്. ഇത്രയും മതിയല്ലേ. വള്ളി വേണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പക്കാ വർക്കേ ചെയ്യാറുള്ളൂ. ഇപ്പം എണീറ്റ് അവിടെ നിന്ന് അമ്മൂനെ അന്വേഷിക്കുന്നു. എണീറ്റിട്ട്. പക്ഷേ നമുക്ക് ആ മറ്റേ കറിവേപ്പ് ആക്കിയിട്ടുണ്ട്. മേളിലൊരെണ്ണം നോക്കണം. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ മണോ, അതിൻ്റെ ഒരു മണമുണ്ട്. ബാക്കി കരിയിലേ സെറ്റപ്പും എല്ലാം നമ്മൾ ചെറിയ വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കുകയാണ്. അതെ, ഇപ്പറേ ഉണ്ടോ? ഞാൻ ഇപ്പോൾ പറിച്ചല്ലേ. എലി മാന്താനാ ചാൻസ് കൂടുതൽ. അടുത്ത ഞാൻ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ 2 പാക്കറ്റായിരുന്നു. ഒരു പാക്കറ്റ് ഞാൻ ആദ്യം പാക്ക് ചെയ്യാൻ വലിയ കൂടെ ഇങ്ങനെ കാണാനുള്ള ക്യാപ്സിക്കം നമുക്ക് വേറെ മേടിക്കാം. നോക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ
നമ്മൾ ഇന്നത്തേക്കുള്ള മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും വിൽക്കാനല്ല, ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത കേട്ടോ. മതി. ഒട്ടകുമാരി വാങ്ങിച്ചോളാൻ പറയാനോട്. ആര്? ഞാനും പോവാം. ഒന്ന് കെട്ടിക്കോട്ടെ. ഓല പറിച്ചോളാം ചേച്ചി. ഈർക്കിളി ജനീഷിന്റെ പരിപാടികളോട് പോയേക്കോ? ജനീഷിന്റെ പരിപാടികളോട് പോകാൻ നിൽക്കുവോ? ഇടൂ. ഇവിടെ 4-ാം തീയതി പരിപാടി ഉണ്ടല്ലോ ഇവിടെ. ഒത്തിരി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കുറച്ച് ഉണക്കിയിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് കുടിച്ചു ഞാനിതെല്ലാം വിറ്റ് കാശ് എന്നാൽ പറിക്കാം. എന്നാൽ പറിച്ചു തരാം. ഇപ്പൊ എരിയുള്ളതാണോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. ഇത് പൊട്ടുമുളക് മിക്സ് ആ ചേച്ചി. അല്ല, മെഴുക്കുവരട്ടിക്കാണ് ഇത് എല്ലാവരും എടുക്കുന്നത്. നാടൻ മുളക് ഉണ്ടല്ലോ. ത്രാസ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. മതി ചേച്ചി. മുളക് ഇതാവും. നല്ല വീട്ടിൽ കൊണ്ടുപോകും. ഇത് നിർത്തിയാലേ പിന്നെ കായം കുറയും. മുളക് നിർത്തി വിളയിപ്പിക്കരുത്. മുളക് നല്ലൊരു പച്ചക്കറി. അത് നിർത്തി ഇതാക്കി. പച്ചമുളക്, വെണ്ടയ്ക്ക, ചീര, കറിവേപ്പില ഇന്നത്തേക്കുള്ളതായി. വെണ്ടയ്ക്ക ഇവിടെ അവിടെയിൽ ഒളിച്ച് കിടപ്പുണ്ട്. ഗണ്ട അത് ഞങ്ങൾ ഈ മുട്ട കൊടുത്തിട്ട് വരാം. ഞങ്ങൾ ഈ മുട്ട കൊടുത്തിട്ട് വരാം. ഓക്കെ, ബൈ. ഞങ്ങൾ ഒരുമിച്ച് മുട്ട കൊടുക്കാൻ പോയിട്ട് കുറച്ച് ദിവസമായില്ലേ. ഞാനും കുഞ്ഞാവും കൂടെ അപ്പൊ പെങ്ങളൊന്നുമില്ലേ? അതറിയത്തില്ലേ? മോഹൻ ചോദിച്ചു അന്ന് കണ്ടില്ല. രണ്ട് മുട്ടയും വെച്ചു. രണ്ട് മുട്ട രാവിലെ കഴിപ്പൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങി. ഇത് കെട്ടിയ വീട്ടിൽ. അയ്യോ, അത് നിർത്തി പണിയെടുത്തോണ്ടിരിക്കുന്നത്. ചെന്നിട്ട് വേണം ഞങ്ങൾ പോയി പണിയെടുക്കാൻ. ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ പണിയാ? പോത്ത്, കോഴി, പിന്നെ പാട്ടി എല്ലാരും അല്ലു ഒന്നും ഓടില്ലേ? പോയതായിരിക്കും അവൻ വീട്ടിൽ. അതല്ലേ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലേ? വിളിച്ച് ഇന്നലെ എടുത്തില്ല. പോയതാ ഇന്നലെ പോയത്. രണ്ടെണ്ണം കൂടുതലുണ്ട്. ഉണ്ടോ? ശരി. തീർന്നോ? ഞാൻ പോക്കോളാം. ചോക്കോളൂ പോവാം. 2 കുറവുണ്ട് അടി. ഒന്നിച്ചു കൊടുത്താൽ മതിയോ? അങ്ങനെ ഇങ്ങനെ ഞാൻ പറ്റത്തില്ല. കണ്ണാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കുടിച്ചിട്ടല്ലേടാ അങ്ങോട്ട് കൊണ്ടുവന്നേ? നീ ആ കള്ളനാ, വേറൊരു കള്ളൻ. ആ നീ മോരും വെള്ളം മുക്കാല് നീ കുടിച്ചിട്ട് ഇതാർക്കാ? ഇച്ചിരി മോരും വെള്ളം അപ്പയ്ക്കാ? താങ്ക് യു. അപ്പയുടെ കുഞ്ഞപ്പയ്ക്ക് വെള്ളം കൊണ്ടുവന്നു. അമ്മ പറഞ്ഞിട്ടില്ലേ മക്കളോട് ചെരുപ്പിട്ടോണ്ട് ഇറങ്ങാവൂന്ന്? ഓരോ ഉടായിപ്പോയിട്ട് കയറി വരുന്നുണ്ട്. പച്ച ബാക്ക്ഗ്രൗണ്ട്, പച്ച ഷർട്ട് കൊള്ളാം. നല്ല സ്ഥലം. 2 മഴ പെയ്താ ഇഷ്ടം പറയില്ല. ഇത് മൊത്തം അങ്ങ് തഴച്ച് കയറി കളയും. മഴയ്ക്ക് മുമ്പ് അത് അവിടെയുള്ള മൊത്തം വെട്ടണം. നാളെ അവിടുന്ന് പുല്ല് വെട്ടി ഇങ്ങോട്ട് അടിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ചെരുപ്പിടാതെ ഇറങ്ങല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഉണ്ടോ? ഇതാർക്കാ? അച്ചയ്ക്കാ? അപ്പം മാമനോ? എത്ര റൗണ്ടായി നടക്കുന്നേ? ഞാൻ അത് പറക്കട്ടെ, അപ്പോഴത്തേക്കും ചോറാവും. നീ ഇങ്ങോട്ട് വെള്ളം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കാനാ? മര്യാദയ്ക്ക് വർത്താനം പറയടാ. അപ്പൊ നിനക്ക് അറിയാം കൊഞ്ചാണ്ട് പറയാൻ. മോരും വെള്ളം കുടിക്കണ്ട, തൊണ്ടവേന എടുക്കും, തണുപ്പ. ആ പോത്തിലിരുന്ന് കൊഞ്ചല്ല, കൊഞ്ചിക്ക്. ആ കുറച്ചേരം മിണ്ടായിരുന്ന വിചാരിച്ചാൽ അടങ്ങിയതാണ്. അയ്യോ എൻ്റെ കുഞ്ഞിനെക്കാട്ടി നല്ല പോത്തിൻ്റെ കൊഞ്ചലാന്ന്. ആണോ? മാമൻ്റെ ഒരു കാര്യമല്ലേ കളെ. മോനെ ഒരു കാര്യം പറയട്ടെ, നമുക്കേ ഇത് കിടു കണ്ടിട്ടില്ലേ, കിടുന്ന് കൊടുക്കാം. എവിടാ? ഒരു സൂത്രം കാണിച്ചു തരാവേ. നിങ്ങളൊക്കെ എന്താണ് ഇതിന് പറയുക? നോക്കണേ കിടു, ഇതെന്താണെന്നറിയാവോ? അതല്ല ഇത്, ഈ താഴെപ്പിടി. എന്നാ പടക്കൈ അടിക്കേ, കൊള്ളാവോ? പടക്കം മേളിലുണ്ട്, നിനക്ക് കാണിച്ചു തരൂല. കാണിച്ചു തന്നാൽ പിന്നെ നീ അത് മൊത്തം പൊട്ടിച്ചു തീർക്കും. ഞങ്ങൾ കിടക്കുന്ന ഷെഡ് കണ്ട. എല്ലാവർക്കും നമസ്കാരം. രാവിലെയായി, അപ്പോൾ വീണ്ടും രാവിലെയായി. നമ്മൾ കാണാൻ വേണ്ടി രാവിലെ മലപ്പുറത്തു നിന്ന് ഒരു ചേട്ടനും ചേച്ചിയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ ഗേറ്റ് വരെ പോയേ കണ്ടുള്ളൂ. കാരണം രാവിലെ പട്ടിയെല്ലാം അഴിഞ്ഞ് കിടക്കുമല്ലേ. അപ്പോൾ പണികൾ തുടങ്ങുന്ന സമയമായി. ഇപ്പോൾ അതല്ല കാര്യം, രാത്രി കറണ്ട് പോയ സമയത്ത് നമ്മുടെ വേലിയുടെ അപ്പുറം പട്ടിക്കുഞ്ഞുങ്ങൾ കരയുന്നത് കേട്ടു. അപ്പോൾ അതെവിടെ നിന്ന് വന്നതാ ഒരു പിടിയില്ല. പോയി നോക്കാൻ അന്നേരം ഒരു രക്ഷയില്ല. ഇന്നലെ മഴയും പെയ്തു. മഴ പ്രശ്നമല്ല, പക്ഷേ ആൾതാമസമില്ലാത്ത പറമ്പായത് കാരണം ഭയങ്കര കാട് പറഞ്ഞാൽ നമുക്കൊന്ന് നീക്കി മാറ്റി പോയി നോക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുപോലെ കാടാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരം വെളുത്തല്ലോ, നമുക്ക് പട്ടിക്കുള്ള ചോറ് വെക്കാനുള്ള അരിക്ക് വെള്ളം, അതായത് പുളിയരിയൊക്കെ വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ട് കുഞ്ഞാവേനെയും കൊണ്ട് അപ്പുറത്തെ പറമ്പിലൊന്ന് പോയി നോക്കാം. ഒന്നിത്തിരി വെളിച്ചമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ വേറെ വല്ല ക്ഷുദ്രജീവികളും കൊണ്ട് എന്ത് ചെയ്യും? നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അങ്ങനെ ഏത് പട്ടിക്കുഞ്ഞുമായിട്ട് വന്നേ? പട്ടിക്കുഞ്ഞ് വേറെ വല്ലതും കൊത്തിക്കൊണ്ടിട്ടാണോ അതോ പട്ടി വന്ന് പ്രസവിച്ചാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. അത്രയും വലിയ കാട്ടിലില്ലേ തള്ളപ്പട്ടി ഫുഡില്ലാണ്ടായിപ്പോൾ. പോയി നോക്കാം. നമ്മുടെ ഒരു പട്ടിക്കൂടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇവിടെ വേലി കണ്ട, വേലി കാട് കയറി കിടക്കുവാണെങ്കിലും വേലിയുണ്ട്. ഈ വേലിക്കപ്പുറത്ത് ആൾതാമസം ഇല്ലാത്തൊരു പറമ്പാണ്. അവിടുന്ന് പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. പക്ഷെ അത് അവിടെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. പോയിട്ട് വരാം. അപ്പോൾ ഇത് ഇത്രയും വലിയ കൊടും കാടാണ് ഈ സംഭവം. ഇതുവഴി എങ്ങനെ പോകുമെന്നുള്ളതാണ് ഒരു ടാസ്ക്. ഈശ്വരാ, ഞാനും അതായത് പട്ടിക്കുഞ്ഞ് തന്നെയാണോ കരഞ്ഞതെന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. വേറെ വല്ലതാണോ? അതെങ്ങനെയാ കുഞ്ഞുങ്ങളുണ്ടോ എടുത്തുകൊണ്ട് പോകുന്നത്? പഠിച്ചെടുത്തോണ്ട് പോകും. എത്ര എണ്ണത്തിന് എടുത്തുകൊണ്ട് പോകും? എല്ലാത്തിനും ഉണ്ട്. ചെവി കെട്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുക. തള്ള എന്ത് ചെയ്യപ്പോൾ? കള്ള അതിൻ്റെ ഉള്ളിലുണ്ട്. പിടിച്ചേ. നമുക്ക് എലി വാളം ഉണ്ടാക്കിയാലും തള്ള എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുണ്ട്. കൈ കൊണ്ട് പോകുമ്പോൾ നോക്കണം. എടി മോളെ, ഇതേതാ? ആരാ? എന്തോ മക്കളെ, എൻ്റെ മക്കളെ ഈ മാളത്തില് ബാ നിന്റെ എലിക്കുഞ്ഞുങ്ങളെ കൊണ്ട്. ഇതെന്തൊരു മാളമായത്? പക്ഷെ എന്ത് സേഫായിട്ടല്ലേ പ്രസവിച്ച് വെച്ചേക്കുന്നത്?
കിണർ കുത്തപ്പം നീ മതി. നീ ഏതാ? നീ ഒന്ന് പുറത്ത് വന്നേ. നീ ആരുടെ വീട്ടിലാന്ന് നോക്കട്ടെ. കൊടുക്കുന്നുണ്ട്, നമ്മുടെ അല്ല. എത്ര പിള്ളേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. നീ ഒന്ന് പുറത്തോ, നിന്നെ ഒന്ന് കാണട്ടെ ശരിക്കേ. നോക്കി മാളം കുഴി കുത്തി വെച്ചേക്കണേ, എത്ര സേഫായിട്ടാ. കാട് നോക്ക്, ഒരു കൊടും കാട്. തീറ്റയും വെള്ളമൊന്നും വേണ്ടേ. വന്നാൽ വീട്ടിൽ നിന്ന് ഇച്ചിരി വെള്ളം തിന്നാനൊക്കെ തരാം. ബാ, വലുതായി കഴിഞ്ഞ് നീ അങ്ങ് പൊക്കോ പിള്ളേര്. ഈ പൊനത്തിലുണ്ട് ആള്. ഞങ്ങൾ പോവാ, കിടന്ന് ക്രൂ വെക്കണ്ട. കുഞ്ഞാ, എനിക്ക് വരാനേ അറിയത്തുള്ളൂ, പോകാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. അമ്മേ, ആരുടെയാണെന്നും അറിയത്തില്ല. നമ്മുടെ ഈ പറമ്പിൽ പട്ടികളുണ്ടേ, മണമടിച്ച് വന്നിങ്ങനെ വേലിക്ക് പല പട്ടികളും വരാറുണ്ട്. ആ കൂട്ടത്തിൽ വന്നതായിരിക്കും. ഈശ്വരാ, ഒരു സ്നേഹമില്ലാത്ത പട്ടി. കുഞ്ഞുങ്ങളോടെ ഉള്ളതെന്ന് തോന്നുന്നു സ്നേഹം. നമ്മളെ കുട്ടികളെ കണ്ട. ഹലോ 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 ഹലോ. പോത്തിന് പുല്ല് വെട്ടാൻ പോട്ടെ. ഞാൻ ഉള്ള പണിയും കളഞ്ഞ് വന്നപ്പോൾ പട്ടിക്കൊരു മൈൻഡില്ല. അയ്യോ, ഇവിടെ ഇത്ര ഹൈറ്റേ ഉള്ളൂ വേലിക്ക്. പട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇല്ലേ ചാടി വന്നു. പിന്നെ ഇവിടെ തോന്നി ഞാൻ വീഴാൻ സാധ്യതയുള്ളത്. ഫോൺ എടുത്ത് വെക്ക്, എന്നിട്ട് ഇറങ്ങി. കേരളം മൊത്തം പാമ്പാന്നുള്ള വാർത്ത പട്ടി കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതുങ്ങൾക്ക് എന്തുവാവാം. എന്താണ് അവിടെ ഒരു പട്ടി പ്രസവിച്ചു, അതാ. ആ പട്ടി പ്രസവിച്ചു, അത്രേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. എത്ര കുട്ടിയോടൊന്നും ഞങ്ങൾ കണ്ടില്ല. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. സ്നേഹം വരുക, ഞാൻ തീറ്റ കൊടുത്തിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ കോഴികൾക്ക് തീറ്റയൊക്കെ കൊടുക്കട്ടെ. തീറ്റ കൊടുത്തിട്ട് പോത്തിന് പുല്ല് വെട്ടണം, പോത്തിനെ ഒന്ന് സ്നേഹിക്കണം. പോത്തിന് ഭയങ്കര പരാതിയായി ഈയിടെയായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ.